Disclaimer: This video is for educational and information purpose only and does not constitute financial or investment advice. We are not SEBI registered advisors. Cryptocurrencies and NFTs investment are highly risky. Please do your own research before investing. We are not responsible for any financial losses or gains resulting from your decision. Invest responsibly. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നെറ്റ് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫറോസ് നെറ്റ്വർക്ക് എന്നാണ് പ്രോജക്റ്റിന്റെ പേര് വരുന്നത്. ഞാനിപ്പോൾ നിലവിൽ അവരുടെ ട്വിറ്റർ പേജിലാണ് ഉള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 5 മണിക്കൂറിന് മുമ്പാണ് ഇവരുടെ ടെസ്റ്റ് നെറ്റ് ലൈവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഒരു ട്വീറ്റ് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് EVM ലെയർ 1 ഫോർ RWAs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് നെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ചു നോക്കാം. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ നിലവിലുള്ള എക്കോസിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 8 മില്യൺ സീഡ് റൗണ്ട് ഫണ്ടിങ് ഓൾറെഡി ഈ ഒരു പ്രോജക്റ്റ് റേസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതായത് ഈ ഒരു ടെസ്റ്റ് നെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ. അതിൽ കൂടെ കയറിയിട്ട് നിങ്ങൾ എൻ്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലിങ്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരിക. നിങ്ങൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ടെസ്റ്റ് നെറ്റ് ഒക്കെ ചെയ്യുന്ന വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കണക്ട് വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ OKX വാലറ്റ് ആണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെറ്റാമാസ്ക് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. ഞാനിവിടെ OKX ആണ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ വാലറ്റ് ഇപ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡെയിലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ ചെക്ക് ഇൻ എന്നുള്ളതിലേക്ക് നമ്മൾ പോവുകയാണ്. അത് സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇവരുടെ സ്വാപ്പ് അതേപോലെ തന്നെ ലിക്വിഡിറ്റി മാത്രമാണ് ആഡ് ആയിട്ടുള്ളത്. ബാക്കി കുറേയേറെ കാര്യങ്ങൾ ഇനി വരാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാപ്പ് ചെയ്യണം, ലിക്വിഡിറ്റി ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു എമൗണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ സോഷ്യൽ ടാസ്ക് പറയുന്നുണ്ട്. ഇവരുടെ ട്വിറ്റർ ഫോളോ ചെയ്യുക, ഡിസ്കാർഡിൽ ജോയിൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് സോഷ്യൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഫൗസറ്റ് ക്ലെയിം ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. സോഷ്യൽ ടാസ്ക് ചെയ്യാനായിട്ട് ഇവിടെ ഫോളോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. ഓത്തറൈസ് ആപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ട്വിറ്റർ ഇപ്പോൾ ബൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്വിറ്ററും ഡിസ്കാർഡും ഇവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടാസ്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ട്വിറ്റർ ഇവിടെ കണക്ട് ആയത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ ആയതിനു ശേഷം ആദ്യം ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ട്വിറ്റർ കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്കാർഡും കണക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ട്വിറ്ററും ഡിസ്കാർഡും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് താഴേക്ക് വന്നിട്ട് ഈ ഒരു സോഷ്യൽ ടാസ്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫോളോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫോളോ ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും തിരിച്ച് ബാക്ക് വന്നിട്ട് റീട്വീറ്റ് അസ് ഓൺ എക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, റീട്വീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ 2 ടാസ്കും കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം റിപ്ലൈ ടു അസ് ഓൺ എക്സ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. റിപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക, അതായത് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്നിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഡിസ്കാർഡിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ ഡിസ്കാർഡിൽ ജോയിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ചു പോകാം, വെരിഫൈ കൊടുക്കുക. അങ്ങനെ ആ ഒരു ടാസ്ക് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റ് ഓൾറെഡി ഇവിടെ കണക്റ്റഡ് ആണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മുടെ വാലറ്റ് അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ടെസ്റ്റ് നെറ്റിൻ്റെ ടോക്കൺ നമ്മൾ ഇവിടെ നിന്നാണ് ക്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഓൾറെഡി ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ക്യാപ്ചർ സോൾവ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഞാൻ ഇന്നത്തേത് ഓൾറെഡി ക്ലെയിം ചെയ്തു. ഇനി 24 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 0.2 PHRS ടോക്കണാണ് നമുക്ക് ഇവിടെ ലഭിക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ടാസ്കുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാപ്പ്, അതേപോലെ ലിക്വിഡിറ്റി, സെൻഡ് ടു ഫ്രണ്ട്സ്. അപ്പോൾ ബാക്കി കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് 2-3 കാര്യങ്ങൾ കൂടി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം സ്വാപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്വാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഒരു എമൗണ്ട് ഞാൻ USDT ആയിട്ട് മാറ്റുകയാണ്. ഒരു 0.001 എന്നുള്ളത് 0.1 എന്നുള്ളത് ഞാൻ USDT ആയിട്ട് സ്വാപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സ്വാപ്പ് കൊടുക്കുന്നു, കൺഫേം സ്വാപ്പ് കൊടുക്കുകയാണ്. മെറ്റാമാസ്കിലേക്ക് വരുന്ന ആ ഒരു കൺഫർമേഷനൊക്കെ ഞാനിവിടെ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു.
ഓക്കെ, ആ ഒരു സ്വാപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്വാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 1, 2, 5, 10 സ്വാപ്പെങ്കിലും ഡെയിലി ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് പൂൾ എന്നുള്ള സെക്ഷനിലേക്ക് പോവുകയാണ്. പൂളിൽ വന്നിട്ടാണ് നമ്മളിവിടെ ലിക്വിഡിറ്റി ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഓൾ പൂൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി USDT ആയിട്ടാണല്ലോ സ്വാപ്പ് ചെയ്തത്. അപ്പോൾ ആ ഒരു പൂൾ തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആഡ് ലിക്വിഡിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള USDT 0.38 ആണ്. ഞാനിവിടെ 0.3 എന്നുള്ളത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം അപ്രൂവ് USDT കൊടുക്കുകയാണ്. കൺഫേം കൊടുക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പെൻഡിങ് എന്ന് പറഞ്ഞ്. ഓക്കെ, അത് അപ്രൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് കൊടുക്കുന്നു. നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. ട്രാൻസാക്ഷൻ സബ്മിറ്റഡ്. അതായത് നമ്മളിവിടെ ലിക്വിഡിറ്റി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈ പൊസിഷനിൽ നമ്മൾ ആ ഒരു ആഡ് ചെയ്ത ലിക്വിഡിറ്റിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവർ പറഞ്ഞ 2 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് സ്വാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി ആഡ് ചെയ്തു. അടുത്തത് സെൻഡ് ടു ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അതിന് സെൻഡ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു പോസ്റ്റ് എൻ്റെ ട്വിറ്ററിൽ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ട്വിറ്ററിൽ ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാമിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്ററിൽ പോയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ട് വരെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ആ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. സെൻഡ് PHRS എന്നുള്ള കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള സെക്ഷൻ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് മാക്സിമം നിങ്ങൾ ഇവിടെ പോയിന്റ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, സ്വാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യുവർ പ്രോഗ്രസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ലെവൽ അപ്ഗ്രേഡ് ആവുന്നത്. അതേപോലെ തന്നെ സീസൺ 1 ആണ് ഇപ്പോൾ ലൈവ് ആയിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ എക്കോസിസ്റ്റം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ എക്കോസിസ്റ്റത്തിലുള്ള പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇത്ര മാത്രമാണ് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye. Disclaimer. This video is for educational and information purpose only and does not constitute financial or investment advice. We are not SEBI registered advisors. Cryptocurrencies and NFTs investment are highly risky. Please do your own research before investing. We are not responsible for any financial losses or gains resulting from your decision. Invest responsibly.